അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 35,000 ഉള്ള ഒരു PC ബിൽഡും ഒരു 85,000 ഉള്ള ഒരു ഫുൾ PC സെറ്റപ്പ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 35,000 ഒരു ഫുൾ PC സെറ്റപ്പ് സജസ്റ്റ് ചെയ്യാൻ വളരെയധികം പാടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 ഒരു ഫുൾ PC സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു PC വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ഞാനിവിടെ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന PC പാർട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഒരു PC അപ്ഗ്രേഡ് ചെയ്യാനും വളരെയധികം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള PC ആണ്. അതേപോലെ ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യുന്ന പാർട്സ് എല്ലാം ന്യൂ ജെൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്യുന്ന പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35,000 PCക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസസർ എന്ന് പറയുന്നത് ഒരു APU ആണ്, നോർമൽ പ്രൊസസർ അല്ല. ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്ന ഒരു പ്രൊസസറാണ്. AMDയുടെ Ryzen 5 8500G ആണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസറാണ്. ഇതിന് AMD റേഡിയൻ ഗ്രാഫിക്സ് വരുന്നുണ്ട്, 740mm GPU ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു GTX 1650 ആയിട്ട് കമ്പയർ ചെയ്യാം. അത്രത്തോളം പെർഫോമൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രാഫിക്സ് കാർഡുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പെർഫോമൻസ് കിട്ടും എന്നുള്ളത് ഞാനിവിടെ ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതൊരു വർത്ത് ആയിട്ടുള്ള ബിൽഡാണ്. കാര്യം ഇതിനകത്ത് നിങ്ങൾ ഗ്രാഫിക്സ് ഇല്ലാതെ ബിൽഡ് ചെയ്താലും ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിന്റെ B650M ഗെയിമിംഗ് വൈഫൈ മദർ ബോർഡാണ്. സോ ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു M.2 NVMe സ്ലോട്ടേ ഉള്ളൂ. പിന്നെ 2 റാം സ്ലോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ 2 റാം സ്ലോട്ടിന്റെ ആവശ്യമേ ഉള്ളൂ. 2 റാം സ്ലോട്ട് തന്നെ ധാരാളമാണ്. അടുത്തതിനകത്ത് യൂസ് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് Corsair Vengeanceന്റെ DDR5 റാം ആണ്. 5200 MHz റാം ആണ്. സിംഗിൾ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. കാര്യം ഇവിടെ 2 റാം സ്ലോട്ടേ ഉള്ളൂ. സിംഗിൾ സ്റ്റിക്ക് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഭാവിയിൽ ഒരു റാം ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 16GB ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അപ്പൊ ടോട്ടലി ഫ്യൂച്ചറിൽ ഒരു 32GB ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അടുത്ത സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു 35K ഒതുക്കണം എന്നുള്ളതുകൊണ്ട് ഒരു 512GB M.2 NVMe ആണ്. അതും Gen 4 M.2 NVMe ആണ് ടീം ഗ്രൂപ്പിന്റെ. അപ്പൊ Gen 4 യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാര്യം എല്ലാം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് Gen 3 എടുക്കേണ്ട Gen 4 തന്നെ എടുക്കുന്നത് നല്ലത്. പിന്നെ പവർ സപ്ലൈ യൂസ് ചെയ്യുന്ന ഒരു 450 വാട്ടിന്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ ഫ്യൂച്ചർ പ്രൂഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. കാര്യം ഒരു 550 ആണ് നോർമലി എല്ലാവരും യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഇതൊരു 35K ബഡ്ജറ്റിൽ ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു 450 ആണ് യൂസ് ചെയ്യുന്നത്. ഈവൻ 450 ആണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാം. അത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ക്യാബിനറ്റ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ക്യാബിനറ്റ് ചൂസ് ചെയ്താൽ മതി. ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഫ്രോണ്ടെക്കിന്റെ ഒരു ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് RGB ഫ്രണ്ടി വരുന്നുണ്ട്. ഇൻബിൽഡ് ആയിട്ട് RGB ഫാനും വരുന്നുണ്ട്. ഒരെണ്ണേ വരുന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എയർ ഫ്ലോയും വരും. അതേപോലെ നിങ്ങൾക്ക് RGBയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാബിനറ്റ് നല്ലതാണ്. ഇപ്പൊ ക്യാബിനറ്റ് വേറെ നിങ്ങൾ ചേഞ്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രൈസ് വേരിയേഷൻ വരുന്നതായിരിക്കും. ഒരു 36K മുകളിൽ പോകുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അഗ്രബിലിറ്റി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബെസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് RTXന്റെ 4060 ആഡ് ചെയ്യാം, 3060 ആഡ് ചെയ്യാം, 3060 Ti ആഡ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു RX 6600 ആഡ് ചെയ്യാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ RTX 3050 ആഡ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡുകളെല്ലാം ഇതിനകത്ത് അപ്ഗ്രേഡബിൾ ഓപ്ഷൻ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ്. ഇത് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് 4K ഒക്കെ എഡിറ്റ് ചെയ്യാം, 4K ഒക്കെ സ്ട്രീമും ഗെയിമിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്യാവശ്യം 1080p 60 ഫ്രെയിംസിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, 4K 30 എഡിറ്റ് ചെയ്യാം, 60 വരെ പോവും. കാര്യം ഇത് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള PC തന്നെയാണ്. സോ ഇതാണ് ഒരു 35K പറ്റിയ ഒരു PC ബിൽഡ്. അടുത്തത് പറയുന്നത് ഒരു 85,000 പറ്റിയിട്ടുള്ള ഒരു ബിൽഡാണ്. ഫുൾ PC സെറ്റപ്പ് ആണ്. അത് തന്നെ യൂസ് ചെയ്യുന്ന പ്രൊസസർ എന്ന് പറയുന്നത് ഇന്റലിന്റെ 13th ജനറേഷൻ i5 13400F ആണ്. ഇതൊരു 10 കോർ 16 ത്രെഡ് പ്രൊസസറാണ്. പിന്നെ അടുത്തത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് Asusന്റെ B760 മദർ ബോർഡാണ്. Wi-Fi 6 ഇൻബിൽഡ് വരുന്നുണ്ട്. അതേപോലെ Bluetooth 5.3 വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു DDR5 സപ്പോർട്ട് ആയിട്ടുള്ള മദർ ബോർഡാണ്. അത്യാവശ്യം റാം സ്ലോട്ട് 2 റാം സ്ലോട്ടേ വരുന്നുള്ളൂ. കാര്യം ഇതൊരു ബഡ്ജറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള മദർ ബോർഡാണ്. പക്ഷെ അത്യാവശ്യം Wi-Fi 6 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 M.2 സ്ലോട്ട് വരുന്നുണ്ട്. അടുത്ത റാം എന്ന് പറയുന്നത് Corsair Vengeanceന്റെ തന്നെ DDR5 റാം ആണ്. 5200 MHz റാം തന്നെയാണ്. സിംഗിൾ സ്റ്റിക്ക് 16GB. അതിന് 2 റാം സ്ലോട്ടേ വരുന്നുള്ളൂ. ഫ്യൂച്ചർ അപ്ഗ്രേഡിംഗ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റിക്കിന് 16GB യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 1TBയുടെ A8യുടെ ലെജൻഡ് എന്ന് പറയുന്ന ഒരു M.2 NVMe ആണ്. ഇത് Gen 4 M.2 NVMe ആണ്. അത്യാവശ്യം നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് ഒരു 550 വാട്ടിന്റെ പവർ സപ്ലൈ ആണ്. 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. 550 എന്തായാലും മിനിമം വേണം. അതിന് താഴോട്ട് പോകാൻ പാടില്ല.
അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന 650 പോകാം. പക്ഷേ ഇതിനകത്ത് 550 ആണ് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. മെയിൻലി ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യുന്ന സാധനം ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. അപ്പോൾ അത് ആഡ് ചെയ്താൽ മാത്രമേ ഗെയിമിങ് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് Inno3Dയുടെ RTX 4060 8GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ക്യാബിനറ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. സോ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആന്റി സ്പോർട്സിന്റെ ക്രിസ്റ്റൽ Z3 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് 3 ARGB ഫാൻസി പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്നുണ്ട്. നല്ല എയർ ഫ്ലോ ഉള്ള ഒരു ക്യാബിനറ്റ് ആണ്. അത്യാവശ്യം നല്ല കാണാൻ രസമുള്ള ഒരു ക്യാബിനറ്റ് തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിനകത്തൊരു കൂളറോടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം ഇൻബിൽഡ് വരുന്ന ഇന്റലിന്റെ CPU കൂളർ യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. അഡീഷണൽ ആയിട്ട് ഡീപ് കൂളിന്റെ ഒരു ടവർ കൂളർ യൂസ് ചെയ്യാം. AG620 ARGB CPU കൂളർ യൂസ് ചെയ്യാം. ഒരു ARGB ഫാൻ ആണ് അതിനകത്തും വരുന്നത്. അപ്പൊ അത്യാവശ്യം ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബെസ്റ്റ് കൂളിംഗ് ആണ് ഒരു കൂളിംഗ് ടവർ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മോണിറ്റർ ആണ്. ഒരു 24 ഇഞ്ചിന്റെ ലെനോവോയുടെ ലീജിയൻ സീരീസ് വരുന്ന ഒരു മോണിറ്റർ ആണ്. ഇതിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 180 ഹെർട്സ് ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. 99% sRGB റേറ്റ് വരുന്നുണ്ട്. 0.5 മില്ലി സെക്കൻഡ് റെസ്പോൺസ് റേറ്റ് വരുന്നുണ്ട്. ഫ്രീസിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഇതൊരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു മോണിറ്റർ ആണ്. അതേപോലെ ഇതിന്റെ മോണിറ്ററിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ഈവൻ എഡിറ്റിംഗിനും ഈ മോണിറ്റർ ബെസ്റ്റ് ആണ്. കാര്യം 99% sRGB റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിമിങ്ങിന് ബെറ്റർ ആണ്. ഇതൊരു IPS ബാൻഡ് ആണ് വരുന്നത് ഈ ഒരു മോണിറ്ററിനകത്ത്. സോ ഇതൊരു ഫ്ലാറ്റ് മോണിറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കേർവ്ഡ് മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു 85,000 അതേപോലെ 35,000 ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു PC സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതിന്